മല്ലു ട്രാവലിന്റെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഊബേഴ്സ് ഡ്രൈവേഴ്സ് നാളെ മുതൽ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ഊബേഴ്സ് ഡ്രൈവേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ ഊറ്റി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരള ഗവൺമെന്റ്, അതായത് പ്രതിപക്ഷ നേതാവാണെങ്കിലും ശരി, കേരള ഗവൺമെന്റ് ആണ് ശരി, ഗതാഗത മന്ത്രിയൊക്കെ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ പരമാവധി ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു പോസ്റ്റിലോ കമന്റിലോ പറ്റുകയാണെങ്കിൽ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ നല്ലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക. അതിന് മാത്രം തലച്ചോറുള്ള ലോകത്തിന്റെ എല്ലാ മൂലയിലും മലയാളികൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പോലെ തലച്ചോറുണ്ട്, അവർക്ക് അതിന് കഴിയും ചെയ്യും. ഇവിടെ എത്രയോ കുട്ടികളുണ്ട്, അതായത് ഈ ആപ്പ് ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ച കുട്ടികൾ, അവർക്കൊരു ചലഞ്ച് കൂടെ ആയിക്കോട്ടെ. നിങ്ങൾ ഏറ്റവും നല്ല ഒരു പ്രൊജക്ട് നിങ്ങൾ തയ്യാറാക്കുന്നവർക്ക് ഞങ്ങളൊരു പാരിതോഷികം നൽകാന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഏകോപിപ്പിച്ചിട്ട്, കാരണം ഊബേഴ്സിന് ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല, അവരിതിന്റെ കമ്മീഷൻ പറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് കേരളത്തിന്റെ ആപ്പാക്കി അതിനെ മാറ്റിയിട്ട് ഇന്ത്യയിലൊട്ടാകെ അത് എന്താന്ന് പറയാ, ബാക്കിയുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാവുന്ന രൂപത്തിൽ ഏറ്റവും നല്ലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക. അതിന്റെ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 2000-2500 അതിനൊരു ഫീസ് നിങ്ങൾ ഈടാക്കിക്കോ. കേരളത്തിന് ഏറ്റവും നല്ലൊരു വരുമാന സ്രോതസ്സാവും. ഒരു ദിവസത്തേക്കല്ല, വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെ നാട്ടിലത്തെ ചെറുപ്പക്കാർക്ക് അവർ അധ്വാനിക്കുന്നതിന് വൃത്തിക്കുള്ള ഒരു പേയ്മെന്റും കിട്ടും. മാസാമാസം അവർക്കൊരു പേയ്മെന്റ് കിട്ടും. നിർബന്ധമായിട്ടും നിങ്ങൾ വികസനം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം ഊബേഴ്സ് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ഇവർ സമരത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ആ സമരത്തിനെ ഊബേഴ്സിന്റെ മാനേജ്മെന്റ് കോംപ്രമൈസ് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി അവർ കോംപ്രമൈസ് ആക്കണേ ആക്കിക്കോട്ടെ, അത്ര ദിവസം അവർ വെറുതെ ഇരിക്കണ്ടല്ലോ. കാരണം അന്നാന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു ചലഞ്ച് കൊടുത്ത് ഏറ്റവും നല്ല ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് ആ ആപ്പിനെ നിങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കിയിട്ട് അതിനൊരു നിങ്ങളൊരു ഫീസ് ഈടാക്കിയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി ഇവിടെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2 ദിവസം മുമ്പ് ഞാൻ മല്ലു ട്രാവലിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് കരുതിയതാണ്. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നൊന്നും പറയാറില്ല. കാരണം നമ്മളെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനാണ് ഞാൻ ഈ മാധ്യമം ഉപയോഗിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ അതിന്റെ പുറകെ നടക്കുന്ന കേസുകളാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ കൂടെ കൂടും, അതല്ലാത്ത ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോകും. അപ്പൊ നമ്മളെ കൂടെ കൂടലല്ല ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്താൽ മതി. താങ്ക്